മന്ത്രി രാജീവ് രാജിവെക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലിലും ഓഫീസ് പടിക്കലിലും എത്തിയിരിക്കുന്നു. രാജീവ് എന്തിന് രാജിവെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു മന്ത്രി കേരളത്തിൽ എങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പ്രശ്നം തന്നെയാണ്. പക്ഷേ അഴിമതി നടത്തിയവരും തട്ടിപ്പിന് കൂട്ടുനിന്നവരുമായ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം മുഖ്യമന്ത്രി തന്നെ രാജിവെക്കേണ്ടി വരും. എങ്കിലും മന്ത്രി രാജീവിൻ്റെ കാര്യത്തിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ പി രാജീവ് നിയമവിരുദ്ധമായി ഇടപെട്ടു എന്ന ED കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം മന്ത്രിയുടെ കളമശ്ശേരി ഓഫീസിന് മുന്നിൽ നടന്നത്. കരുവന്നൂർ ബാങ്കിൽ നിന്നും നിയമവിരുദ്ധമായ വായ്പകൾ അനുവദിക്കാൻ രാജീവ് മന്ത്രി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ED പറയുന്നത്. അത് മറ്റാരും പറഞ്ഞതല്ല. എല്ലാത്തിനും സാക്ഷിയായ കരുവന്നൂർ ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിക്കെതിരെ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. രാജീവിനെ കൂടാതെ മുൻമന്ത്രിമാരായ AC മൊയ്തീൻ, പാലൊളി മുഹമ്മദ് കുട്ടി എന്നിവർ ഉൾപ്പെടെ ഉന്നത നേതാക്കൾ പങ്കാളികളാണെന്നും ED കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും കട്ടതെങ്കിലും മറ്റുള്ളവർ മന്ത്രിമാരല്ല. രാജീവ് മാത്രമാണ് വലിയ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. സർക്കാരിൻ്റെ കോടതിയിൽ നിന്നും ശിക്ഷ ലഭിച്ചില്ലെങ്കിലും ജനങ്ങളുടെ കോടതിയിൽ മറുപടി പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതായത് കരുവന്നൂരിൽ CPMകാരാൽ ചതിക്കപ്പെട്ട ബാങ്കിലെ ഒരു നിക്ഷേപകൻ ദയാവധം അനുവദിക്കണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിക്കും മുഖ്യമന്ത്രിക്കും മുന്നിലെത്തിയിരിക്കുകയാണ്. 53 വയസ്സുള്ള മാപ്രാണം സ്വദേശി ജോഷിയാണ് ജനുവരി 30-ന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എല്ലാം വിറ്റുപറക്കി കുടുംബാംഗങ്ങളുടേത് ഉൾപ്പെടെ 90 ലക്ഷം രൂപ നിക്ഷേപിച്ചതിൽ 70 ലക്ഷം രൂപയും തട്ടിപ്പ് നടത്തിയിരിക്കുന്നു CPMും ബാങ്കും. വിഷയത്തിൽ നവകേരള സദസ്സിലും ജോഷി പരാതി നൽകിയിരുന്നു. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് താനും കുടുംബവും തിരികെ പിടിച്ച ജീവിതവും സമ്പാദ്യവുമാണ് കരുവന്നൂർ ബാങ്കും ജീവനക്കാരും കേരളത്തിൻ്റെ ഭരണ സംവിധാനവും കൂടി തകർത്തതെന്നും പൂർണ്ണമായും തകർത്തുകളഞ്ഞ തനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല എന്നുമുള്ള അപേക്ഷ ജോഷി സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിലാണ്. ഇത് തട്ടിപ്പ് നടത്തിയ എല്ലാവർക്കുമുള്ളൊരു ശിക്ഷയാണ്. അത് ഏറ്റവും കൂടുതൽ തുറച്ചു നോക്കുന്നത് മന്ത്രിയായിരിക്കുന്ന രാജേഷിനെയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് രാജീവ് രാജിവെക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരെ മുട്ടി വിളിക്കാൻ തുടങ്ങിയത്.